ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ യഹൂദന് പ്രത്യേകതയുണ്ടോ എന്ന് ചോദിച്ചാൽ യഹൂദന് പ്രത്യേകതയുണ്ട്. എന്നാൽ നമ്മൾ വചനത്തിൻ്റെ വ്യവസ്ഥ നോക്കുമ്പം യഹൂദനെ കൂടാതെ നമ്മളും ഇല്ല, നമ്മളെ കൂടാതെ യഹൂദനും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാകും. നമുക്ക് വചനത്തിൽ കൂടെ വളരെ വ്യക്തമായി അതൊന്ന് ചിന്തിച്ചു പോകാം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 42-ാമത്തെ വാക്യം. യഹോവ അവരെ മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചതുകൊണ്ട് അത് അവന് പ്രത്യേകമായി ആചരിക്കേണ്ട രാത്രിയാകുന്നു. ഇസ്രയേൽ മക്കൾ എല്ലാവരും തലമുറ തലമുറയായി യഹോവയ്ക്ക് പ്രത്യേകമായി ആചരിക്കേണ്ട രാത്രിയാകുന്നു ഇത്. അവരെ ഈജിപ്തിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ട് പോകുന്നതിനാൽ യഹോവയ്ക്ക് പ്രത്യേകമായി ആചരിക്കേണ്ട രാത്രിയാണ് അത്. ഇസ്രയേലിൽ എല്ലാവരും തലമുറ തലമുറയായി ആ രാത്രി ആചരിക്കേണ്ടതാണ് എന്ന് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 42-ാമത്തെ വാക്യം എഴുതുന്നു. ഇത് ഇസ്രയേലരോടുകാർ മാത്രമായത് എന്ന് പറഞ്ഞാൽ ഇസ്രയേലിലുള്ള യഹൂദന്മാരോട് മാത്രം പറഞ്ഞതാണ് എന്ന് പറയുന്നവരോട് ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 39-40 വാക്യങ്ങളോട് വായിക്കാം. അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദാനം ചെയ്യപ്പെട്ടത് പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ പൂർണ്ണത പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായത് മുൻകരുതിയിരുന്നു. അതായത് ഈ ഹെബ്രായ ലേഖനം 11-ാം അധ്യായം ശരിക്കും വിശുദ്ധന്മാരുടെ അല്ലെങ്കിൽ വിശ്വാസ വീരന്മാരുടെ ഒരു പട്ടികയെക്കുറിച്ച് പറഞ്ഞിട്ട് അതിങ്ങോട്ട് പറഞ്ഞു വന്നിട്ട് 39-ാമത്തെ വാക്യം പറയുക, അവർ എല്ലാവരും വിശ്വാസത്താൽ അംഗീകാരം പ്രാപിച്ചെങ്കിലും അവരിൽ ആരും വാഗ്ദാന നിവൃത്തി പ്രാപിച്ചില്ല. കാരണം നമ്മെ കൂടാതെ അവർ രക്ഷാപൂർണത പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായതൊന്ന് കരുതി വച്ചിരിക്കുന്നു. നമ്മെ കൂടാതെ അവർ രക്ഷാപൂർണത പ്രാപിക്കാതിരിക്കേണ്ടതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൂടാതെ അവരുമില്ല, അവരെ കൂടാതെ നമ്മളുമില്ല. ഇതെല്ലാവരും കൂടെ മനസ്സിലാക്കുന്ന ആ സമയത്ത് കർത്താവിൻ്റെ 2ാമത്തെ വരം ഉണ്ടാകും. കാരണം നമ്മെ കൂടാതെ രക്ഷാപൂർണത അവർക്കും പ്രാപിക്കാൻ മേല, അവരെ കൂടാതെ നമുക്കും ഇത് പ്രാപിക്കാൻ മേല. കാരണം ദൈവത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഒറ്റ സംഭവമാണ്. അത് പലർക്കും പല രീതിയിലും അല്ല, പല ആകാശവും പല ഭൂമിയും ഉണ്ടാക്കുകയല്ല, പലരെയും പല രീതിയിലാക്കുകയല്ല, എല്ലാം ഒറ്റയാക്കുക. ദൈവം പിതാവും നമ്മളെല്ലാം പുത്രന്മാരുമാകുന്ന ഒരു സംവിധാനത്തിലേക്ക് ദൈവമാക്കുകയാണ്. അതുകൊണ്ട് അവിടെ നമ്മളത് ദൈവം അവർക്കങ്ങനെ നമുക്കിങ്ങനെയെന്നൊന്നും എഴുതി വെച്ചിട്ടില്ല. അത് ഓരോരുത്തരും മനസ്സിലാക്കിയതിൻ്റെ പ്രശ്നമാണ് ഇന്നത്തെ കാലത്ത്. ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവർക്കും മനസ്സിലാകും ഇതെല്ലാം ഒന്നാണ്, എല്ലാവർക്കും ഒന്ന് തന്നെയാണ്, എല്ലാം ഒറ്റ കാര്യങ്ങളിലേക്കാണ് നീങ്ങുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാകും. അപ്പോൾ യഹൂദനോട് ഈ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 39-ാമത്തെ വാക്യം വായിച്ചേ. മിസ്രൈമിൽ നിന്ന് കൊണ്ടുപോന്ന കുഴച്ച മാവ് കൊണ്ട് അവർ പുളിപ്പില്ലാത്ത ദോശ ചുട്ടു. അവരെ മിസ്രൈമിൽ നിന്ന് വേഗത്തിൽ ഓടിച്ചു വിട്ടതിനാൽ അത് പുളിച്ചിരുന്നില്ല. അവർ വഴിയാഹാരമൊന്നും ഒരുക്കിയിരുന്നതുമില്ല. അത് 39-ാമത്തെ വാക്യത്തിൽ അങ്ങനെ പറയുന്നു. അവർ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന മാവ് കൊണ്ട് പുളിപ്പില്ലാത്ത ദോശ ചുട്ടു. അവരെ തിടുക്കത്തിൽ ഈജിപ്തിൽ നിന്ന് ഓടിച്ചു വിട്ടത് കൊണ്ട് മാവ് പുളിച്ചിരുന്നില്ല, യാത്രയ്ക്ക് വേണ്ട ഭക്ഷണം അവർ കരുതിയിരുന്നില്ല. ഒരു സൈഡിൽ കൂടെ നമ്മൾ നോക്കുമ്പോൾ ഇതിന് തൊട്ടു മുമ്പാണ് ഈ സംഹാരദൂതൻ ഇസ്രായേലിൽ കൂടെ കടന്നുപോയത്. ഫറവോനെയും ഫറവോൻ്റെ ആദ്യജാതന്മാരെയും മൃഗങ്ങളുടെ ആദ്യജാതന്മാരെയും എല്ലാം കൂട്ടക്കൊല ചെയ്ത് കഴിഞ്ഞപ്പം ഈ യഹൂദ ജനം, ഈ ഇസ്രായേൽ ജനം അവിടുന്ന് പോയാൽ മതി എന്ന് ഫറവോനും ഈജിപ്തുകാരും ആഗ്രഹിച്ചു. അപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവരെ ധൃതിയിൽ അങ്ങോട്ട് ഓടിച്ചു വിട്ടപ്പം ഇവർ ഈ കലക്കി വെച്ചിരുന്ന മാവ് പുളിക്കുന്നതിനപ്പുറം അതും കൂടെ എടുത്തുകൊണ്ട് പോയതാണ് എന്ന് നമുക്ക് ചിന്തിക്കാമെങ്കിലും അതിൻ്റെ യഥാർത്ഥ കാരണം അതിൻ്റെ അടുത്ത 2 വാക്യങ്ങളാണ്, 40-41. ഇസ്രയേൽ മക്കളുടെ മിസ്രൈമിലെ പരദേശവാസം 430 വർഷമായിരുന്നു. യഹോവയുടെ ഗണങ്ങളെല്ലാം 430 വർഷം തികഞ്ഞ ആ ദിവസം തന്നെ മിസ്രൈം ദേശത്തു നിന്ന് പുറപ്പെട്ടു. മതി. 40-41 നമ്മൾ വായിക്കുമ്പം ഒരു വശത്തൂടെ നമ്മൾ ചിന്തിക്കുമ്പം യഹോവ ഈ സംഹാരദൂതൻ ഈ സംഹാരദൂതൻ കടന്നുപോയി ആളുകളെ എല്ലാം കൊന്നു കഴിഞ്ഞപ്പോൾ എത്രയും പെട്ടെന്ന് ഇവർ പോയാൽ മതി എന്നായി ഫറവോനും സൈന്യങ്ങളും അല്ലെങ്കിൽ ഈജിപ്റ്റ് ജനം. അപ്പോൾ ചോദിച്ചതെല്ലാം കൊടുത്ത് ഇവരെ വിടുന്നത് നമ്മൾ പ്രത്യക്ഷമായി കാണുമ്പോൾ പരോക്ഷമായി അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇസ്രായേൽ ജനം ഈജിപ്തിൽ അടിമത്തത്തിലായിരുന്നത്
430 വർഷത്തേക്കായിരുന്നെങ്കിൽ ആ 430 വർഷം തീരുന്ന അന്ന് സംഹാരദൂതൻ ഒരു പോക്ക് അങ്ങോട്ട് പോയി. എന്നാ സംഭവിച്ചത്? അടിമത്തത്തിന് കാരണക്കാരായിരുന്നവരുടെ കടിഞ്ഞൂൽ സന്താനങ്ങളെ മൃഗങ്ങളുടെ മനുഷ്യൻ്റെ സഹിതം തീർത്തോണ്ട് അത് പോയത്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച ദൈവം വിടുവിക്കുന്ന ആ സമയത്ത് അതിന് കാരണക്കാരായവർക്കൊക്കെ ഇത് നഷ്ടത്തിൽ കലാശിക്കും. വചനം നടക്കുന്നത്, വചനം പറയുന്നത് ഓരോ കാലഘട്ടത്തിലും നമ്മളോട് തന്നെയാണ് ഇത് പറയുന്നത്. ഇതിനകത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവം അനുവദിക്കുന്ന സമയം വരെ മാത്രമേ പ്രതിസന്ധി പ്രയാസങ്ങൾ നിലനിൽക്കുകയുള്ളൂ. അത് അല്ലെങ്കിൽ ആ പ്രതിസന്ധി പ്രയാസം നിലനിർത്താൻ പിശാചിന് അനുവാദം ഉള്ളത് ദൈവം അനുവദിക്കുന്ന സമയം വരെ മാത്രമേ ഉള്ളൂ. അതെവിടെ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഈ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലെ ഇസ്രായേൽ ജനത്തിൻ്റെ വിടുതലിൽ മനസ്സിലാക്കാം. രണ്ട്, ജോബിൻ്റെ പുസ്തകം നമ്മൾ നോക്കിയാൽ ജോബിനെ പരീക്ഷിക്കാൻ അല്ലെങ്കിൽ പരിശോധിക്കാൻ ദൈവം അനുവദിച്ച സമയം തീർന്നപ്പോൾ പിന്നെ ജോബിൻ്റെ ജീവിതത്തിൽ ഒരു വേലയായിട്ട് നിൽക്കാൻ പിശാചിന് കഴിഞ്ഞില്ല. ഇതിപ്പോൾ ഇവിടെ നമ്മൾ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നോക്കിയാൽ 430 വർഷം പൂർത്തിയായ ദിവസം തന്നെ അവർ ഈജിപ്റ്റ് വിട്ടു പോകണം. ഈജിപ്റ്റ് വിട്ടു പോകുമ്പോൾ മാവ് പൊളിച്ചിട്ട് ആ ദോശ തൊട്ട് തിന്നിട്ട് പോട്ടെ എന്ന് പോലും ദൈവം വെച്ചില്ല. 430 ദിവസമായിരുന്നു ആ ദിവസം. 430 വർഷം, അതിൻ്റെ അവസാനത്തെ ദിവസം പൂർത്തിയായ അന്ന് തന്നെ പോകണം. അത് വ്യവസ്ഥയാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ പുറപ്പാട് പുസ്തകം 12:42 ദൈവം പറഞ്ഞു, അവർ ഈ രാത്രി തലമുറയായി ആചരിക്കേണ്ടതാണ്. എന്നിട്ട് പുറപ്പാടിൻ്റെ വ്യവസ്ഥകളെന്ന് പറഞ്ഞ് 12:43 മുതൽ 51 വരെ പെട്ടെന്ന് വായിച്ചു പോട്ടെ. യഹോവ പിന്നെയും മോശയോടും അഹ്റോനോടും കൽപ്പിച്ചത്, പെസഹയുടെ നിയമം ഇതാകുന്നു, അന്യജാതിക്കാരനായ ഒരുവനും അത് ഭക്ഷിക്കരുത്. നീ പണം കൊടുത്തു വാങ്ങിയ ഏതൊരു ദാസനും പരിച്ഛേദനയേറ്റ ശേഷം അത് ഭക്ഷിക്കാം. പരദേശിയും കൂലിക്കാരനും അത് ഭക്ഷിക്കരുത്. അതത് വീടിനുള്ളിൽ വെച്ച് തന്നെ അത് ഭക്ഷിക്കണം. ആ മാംസം അല്പം പോലും വീടിന് പുറത്തേക്ക് കൊണ്ടുപോകരുത്. അതിൽ ഒരസ്ഥിയും ഒടിക്കരുത്. ഇസ്രായേൽ സഭ മുഴുവനും അത് ആചരിക്കണം. ഒരു പരദേശി നിന്നോടുകൂടെ പാർത്ത് യഹോവയ്ക്ക് പെസഹ ആചരിക്കണമെങ്കിൽ അവനുള്ള ആ ആണൊക്കെയും പരിച്ഛേദന ഏൽക്കണം. അതിനുശേഷം അത് ആചരിക്കേണ്ടതിന് അവൻ അടുത്തു വരാം. അവൻ സ്വദേശിയെപ്പോലെ ആകും. പരിച്ഛേദനയില്ലാത്ത ഒരുവനും അത് ഭക്ഷിക്കരുത്. സ്വദേശിക്കും നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശിക്കും ഒരേ ന്യായപ്രമാണം തന്നെ ആയിരിക്കണം. ഇസ്രായേൽ മക്കളൊക്കെയും അങ്ങനെ ചെയ്തു. യഹോവ മോശയോടും അഹ്റോനോടും കൽപ്പിച്ചതുപോലെ തന്നെ അവർ ചെയ്തു. ആ ദിവസം തന്നെ യഹോവ ഇസ്രായേൽ മക്കളെ ഗണഗണമായി മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചു. അതായത് ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം, പരദേശി ഇതിൽ നിന്ന് ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിന് പരദേശിയെക്കുറിച്ചാണ് പറയുന്നത്. ദൈവരാജ്യത്തിൽ അല്ലാത്തവൻ, വിശ്വാസി അല്ലാത്തവൻ, മാനസാന്തരപ്പെട്ട് ജലസ്നാനം എടുക്കാത്തവൻ, ജലത്താലും ആത്മാവിലാലും സ്നാനപ്പെടാത്തവൻ പുതിയ നിയമ വ്യവസ്ഥയിൽ തിരുവത്താഴം എടുക്കരുത്. ഇനി രണ്ടാമത്തെ കാര്യം, യേശുവിൻ്റെ രക്തം വിലയായി കൊടുത്ത് വാങ്ങിയ ആർക്കും അവർക്ക് തിരിച്ചറിവുണ്ടെങ്കിൽ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടിരിക്കും. അങ്ങനെയുള്ളവർക്ക് ദൈവം പരിശുദ്ധാത്മാവിനെയും കൊടുത്തിരിക്കും. ഈ പരിശുദ്ധാത്മാവ് അവനെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഈ വ്യവസ്ഥ പറയുക, ഈ സ്വദേശിക്കും നിങ്ങളുടെ ഇടയിൽ വന്നു പാർക്കുന്ന പരദേശിക്കും ഒരേ ന്യായപ്രമാണം ബാധകമായിരിക്കും. യഹൂദനാണേലും ഇന്ത്യയിലുള്ളവനാണേലും എല്ലാവർക്കും ഈ വ്യവസ്ഥയിലാണ് ഒറ്റ ന്യായപ്രമാണം തന്നെ ബാധകമായിരിക്കും. തൽക്കാലത്തേക്ക് വന്നവനും കൂലിക്കാരനും ഭക്ഷിക്കാൻ പാടില്ലെന്ന് എഴുതിയേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സഭയ്ക്കകത്ത് ഉറയ്ക്കാത്തവന് ഇത് കൊടുക്കാൻ പാടില്ല. യഹൂദനത് കൊടുക്കില്ല, യഥാർത്ഥ അവസ്ഥയിലും കൊടുക്കില്ല, ദൈവസഭയിലും കൊടുക്കേണ്ട. അതുകൊണ്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വന്നവരുണ്ട് ഈ സഭയ്ക്കകത്ത് കയറി. പിന്നെ പണത്തിനും പ്രലോഭനത്തിനും വന്നവനുണ്ട്, കാര്യങ്ങൾ അറിയത്തില്ലാതെ വന്നവരുണ്ട്. ഇവർക്കൊന്നും ഇത് കൊടുക്കാൻ പാടില്ല എന്നതാണ് ഇതിൻ്റെ പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ പഴയ നിയമവ്യവസ്ഥ. പെസഹയുടെ നിയമങ്ങളെക്കുറിച്ച് കൂടുതലും പറഞ്ഞത് അടുത്ത വീഡിയോകളിൽ. അത് തിരുവത്താഴമായി മാറിയപ്പോൾ അതിൻ്റെ നിയമങ്ങളും കൂടുതൽ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞു വന്നത്. അതായത് പറയുന്നു, പരദേശി, ദൈവരാജ്യത്തിന് പരദേശി, വിശ്വാസി അല്ലാത്തവൻ, രക്ഷിക്കപ്പെടാത്തവൻ, സ്നാനപ്പെടാത്തവൻ ഇത് കഴിക്കരുത്. രണ്ട്,
യേശുവിൻ്റെ വിലയായി കൊടുത്ത്, യേശുവിൻ്റെ രക്തം വിലയായി കൊടുത്ത് വാങ്ങി എന്ന് ബോധമുള്ളവൻ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അവൻ ഈ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകാത്തവൻ ഇത് കൊടുക്കരുത്. തൽക്കാലത്തേക്ക് വന്നവനും കൂലിക്കാരനും ഒന്നും ഇത് ഭക്ഷിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭയ്ക്കകത്ത് ഉറയ്ക്കാതെ കളി കാണാൻ വന്നവനൊന്നും ഇത് കൊടുക്കാൻ പാടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയെല്ലാം ഈ എല്ലാവരെയും കൂടെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. യഹൂദന് മാത്രമുള്ളതല്ല. യഹൂദന്മാരുടെ ഇടയ്ക്കാണ് യേശു വന്നതെങ്കിലും യഹൂദന് മാത്രമുള്ളതല്ല. അത് യഹൂദനും നമുക്കും എല്ലാം കൂടെയാണ്. അവരെ കൂടാതെ നമ്മളും, നമ്മളെ കൂടാതെ അവരും ഇല്ല. എല്ലാവർക്കും ഉള്ളത് ഒറ്റ ന്യായപ്രമാണം തന്നെയാണ്. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദൈവത്തിന്, നല്ല വചനത്തിനായി, നല്ല സമയത്തിനായി, സാഹചര്യത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വചനത്തിൻ്റെ ആഴങ്ങൾ, പെസഹ തിരുവത്താഴമായി മാറിയ സാഹചര്യങ്ങൾ, അതെങ്ങനെ കഴിക്കണം, അതിൻ്റെ നിയമങ്ങൾ എന്താണ് എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കുമ്പോൾ, എൻ്റെ ദൈവമേ, ആ യഹൂദനെ കൂടാതെ ഞങ്ങളും ഞങ്ങളെ കൂടാതെ യഹൂദനും ഇല്ല എന്ന് ഞങ്ങൾ ഹെബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങളിലൂടെ ഞങ്ങൾ ഗ്രഹിക്കുന്നു നാഥ. അതിനാൽ ഞങ്ങളെയെല്ലാം പൂർണ്ണമായി വിശ്വാസത്തിൻ്റെ ആഴങ്ങളിൽ ഉറപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.